നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഉള്ളത് തിരൂർ താലൂക്കിലുള്ള ഭയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മലബാറിൻ്റെ തീരമേഖലയിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഭഗവതി ക്ഷേത്രമാണ് ശ്രീ ഭയങ്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം തിരൂർ താലൂക്കിലെ പുറത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രസിദ്ധമായിട്ടുള്ള ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അജ്ഞാനത്തിൻ്റെ അന്ധകാരമില്ലാത്ത വിജ്ഞാനികളുടെ നാട് എന്ന് പറയുന്ന പഴയകാല വെട്ടത്ത് നാട്ടിലെ ഈ ഭഗവതി ക്ഷേത്രത്തിന് ഐതിഹ്യത്തിലൂന്നിയിട്ടുള്ള പഴയകാല ചരിത്രം അല്ലെങ്കിൽ കഥ ഉണ്ട്, ഐതിഹ്യം എന്ന് തന്നെ പറയാം. 700 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടെ അറിവുള്ളവർ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ട് പറയുന്നത്. 700 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പഴയകാല രാജാക്കന്മാർക്ക് മാതൃകയായിരുന്നു വെട്ടത്ത് രാജാക്കന്മാർ. പഴയകാല പണ്ടുള്ള മറ്റുള്ള എല്ലാ രാജാക്കന്മാർക്കും മാതൃകയായിരുന്നു വെട്ടത്ത് രാജാക്കന്മാർ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, പ്രജകളുടെ ക്ഷേമം നടപ്പാക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ ഈ രാജാക്കന്മാർ, വെട്ടത്ത് രാജാക്കന്മാർ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥരായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾക്കാണ് ഇത്തരം അവകാശങ്ങൾ, അധികാരങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് മറ്റുള്ള രാജാക്കന്മാർക്ക് മാതൃകയാക്കാം എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേൽശാന്തി ശ്രീ മനോജ് അമ്പ്രാന്തിരി അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. എപ്പോഴാണ് രാവിലെ നടക്കുന്നത്? രാവിലെ നട 5 മണിക്ക് തുറക്കും. 5 മണിക്ക് തുറന്നാൽ രാവിലെ ഉഷപൂജ, പിന്നെ ഉച്ചപൂജ 11 മണിയോട് നട അടയ്ക്കും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയാണ് സമയം. ഭയങ്കരമലയെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട വഴിപാട് ഇവിടെ കൂത്തുത്സവമാണ് പ്രധാനപ്പെട്ട വഴിപാട്. പിന്നെ ചുറ്റുവിളക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുവിളക്കാണ്. പിന്നെ നമ്മളെ വള്ളുവനാട്ടിലെ ഉത്സവത്തിന് തുടക്കം വിടുന്നതാണ്. തുലാമാസം 1-ാം തീയതിയാണ് വേല തുടക്കം വിടുന്നത്. പിന്നെ പ്രതിഷ്ഠാദിനുണ്ട്. മിഥുനമാസത്തിലെ ഉത്തരത്തിലാണ് പ്രതിഷ്ഠാദിനം. ഉത്തരത്തിലാണ് പ്രതിഷ്ഠാദിനം. ചാന്താട്ടും എല്ലാം ആയിട്ട് തന്നെയാണ്. അപ്പോ ദാരുവിഗ്രഹത്തിൽ ചാന്താട്ടം അടക്കമുണ്ട്. പിന്നെ മകരച്ചുവുണ്ട് ഉത്സവം. പിന്നെ കുംഭമാസത്തില് താലപ്പൊലിയുള്ള കൂത്തുത്സവം. ഉപദേവങ്ങളായിട്ട് ഇവിടെ മറ്റേ ഹനുമാൻ, അയ്യപ്പൻ, ക്ഷേത്രപാലൻ, പിന്നെ മുല്ലക്കൽ ഭഗവതി. പിന്നെ ഇതിന്റെ മെയിനായിട്ടുള്ള വേട്ടക്കാരനാണ്. ഇതിന്റെ മൂലസ്ഥാനം വേട്ടക്കാരനാണ്. ഐതിഹ്യത്തിൽ കണ്ടു. അവിടെ പൂജ ഉണ്ട്. ദിവസം പൂജ കണ്ടുകാരുണ്ട്. തന്ത്രി ആരെവിടെ? തന്ത്രി കൽപ്പുഴ വാസവനമ്പൂരി ആണ് ഭരണയാണ്. നമസ്കാരം. എൻ്റെ പേര് രവീന്ദ്രനാഥൻ. ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ട്രസ്റ്റിയിലെ ഒരു മെമ്പറാണ്. പിന്നെ ഈ ക്ഷേത്രത്തിന് 700 വർഷങ്ങൾക്കേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ മേൽശാന്തി പറഞ്ഞു, ആദ്യത്തെ വള്ളുവനാട് ഭാഗത്ത് ഏറ്റവും ആദ്യം നടക്കുന്ന ഉത്സവമാണ് തുലാമാസം 1-ാം തീയതി. അത് തുടങ്ങി പിന്നെ മകരച്ചുവ്വ, പിന്നെ കൂത്ത്, കുംഭം 1 മുതൽ 30-ാം തീയതി വരെ. 30-ാം തീയതി താലപ്പൊലി അവസാനിക്കും. പിന്നെ പറഞ്ഞ മാതിരി ഈ മിഥുനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ ഈ പിന്നെ പ്രതിഷ്ഠാദിനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ 700 കൊല്ലത്തെ പഴക്കമായിട്ട് ഇത് പ്രശ്നം ഏൽപ്പിച്ചു. ഇപ്പോൾ ഈ പ്രതിഷ്ഠയൊക്കെ കേടുവന്ന് ഒരു ചെറിയ ഒരു കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പുനരുദ്ധരിക്കാൻ ശ്രീകോവിൽ പുതുക്കി പണിയാനൊക്കെ തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ബുദ്ധിമുട്ടി. ഒരു ഈ 7 അടി ഉയരത്തിൽ പിന്നെ മരം കെട്ടണം. വരിക്കപ്ലാവ് 15 അടി വണ്ണം വേണം. അങ്ങനെ അത് കിട്ടാനും വേണ്ടി കുറേ മെനക്കെട്ടു. 2-3 കൊല്ലം ആ ഒരു മരത്തിനും വേണ്ടി ഞങ്ങൾ കുറേ മെനക്കെട്ടു. അവസാനം സത്യമംഗലം
കാട്ടിൽ നിന്നാണ് കിട്ടിയത്. അത് കൊണ്ടുവരാനും കുറേ ബുദ്ധിമുട്ട്, കാരണം ഈ ടാക്സിൻ്റെയും മറ്റേൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഏതായാലും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് അതൊക്കെ സാധിച്ചു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞു. 2013 പ്രതിഷ്ഠാ ദിനം ആചരിച്ചത്. അതിനുശേഷം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പഴയ മായത്തേനെക്കാട്ടിലും പൂർവാധികം ശക്തിയോടുകൂടി ഭഗവതി അതിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട്. സ്വകാര്യ ക്ഷേത്രം എന്നുള്ളത് അപേക്ഷിച്ച് അതൊന്നും കണക്കിലെടുക്കാതെ ധാരാളം ആൾക്കാർ ഇപ്പോൾ പല ഭാഗത്തുനിന്നും പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ വരുമല്ലോ. സ്വകാര്യ ക്ഷേത്രമാകുമ്പോൾ അവിടെ പോകേണ്ട എന്തിനാപ്പോൾ അവിടെ നമ്മൾ അവർക്ക് തിന്നാൻ കൊടുക്കുന്നു എന്നുള്ള അത് ഞാൻ ഇതായിട്ട് പറയുന്നേ അഭിപ്രായങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ നാട്ടുകാരെ പരിപൂർണ സഹായം നമുക്കുണ്ട്. അതിന് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മിറ്റി നമ്മൾ ഇത് പ്രകാരം തന്നെ ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ അഭിപ്രായം അവർ ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നിർലോഭമായിട്ട് സഹായ സഹകരണങ്ങൾ അതിനുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്നത്. ഈ ഭയങ്കാവിലമ്മയുടെ ഐതിഹ്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐതിഹ്യവും ചരിത്രവും ഒക്കെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു മലബാറിൻ്റെ തീരമേഖലയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഭയങ്കാവ് എന്ന്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ പുറത്തൂരാണ്. പുറത്തൂർ എന്ന ഭൂപ്രദേശം എന്ന് പറഞ്ഞത് ഒറ്റപ്പെട്ടതും ജനവാസം കുറഞ്ഞ മേഖലയായിരുന്നു അത്ര പണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന അഥവാ അകന്നു നിൽക്കുന്ന ദേശം എന്നാണ് പുറത്തൂരിൻ്റെ പുറത്തൂര് എന്നുള്ളതായിരുന്നു അത്രേ. പിന്നെ പുരാതന കാലത്ത് ഒരു കാട് നിറഞ്ഞ പ്രദേശം കൂടിയായിരുന്നു അത്രേ. ഇപ്പോൾ ഒരു വനമേഖല തന്നെ പറയാമെന്നാണ് പറയുന്നത് പഴയ ആൾക്കാർ. അപ്പോൾ ഇവിടെ ഈ ആളുകൾ ദരിദ്രരും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാസഗൃഹങ്ങൾ പുൽക്കുടലുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം ഈ കുടലുകൾ മാടം എന്ന പേരിലാണ് ഇത്ര അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നിരവധി മാടങ്ങൾ പുറത്തൂർ മേഖല ഉണ്ടായിരുന്നു എന്നും മാർത്തുങ്കാട് എന്നായിരുന്നു പഴയ പേര്. മാടക്കാട്, മാടങ്ങൾ അഥവാ ചെറിയ കുടിലുകൾ നിറഞ്ഞ കാട്ടുപ്രദേശം, അത് പിന്നെ ലോപിച്ചിട്ട് മാർത്തുങ്കാടായി എന്നുള്ളതാണ് പഴയ ആളുകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മാർത്തുങ്കാട് ഈ മാടക്കാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ഈ രാജാവ് ഒരു നായർ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതും, അതായത് ഈ വെട്ടത്ത് രാജാവ്. എന്നിട്ട് ഈ കുടുംബത്തിന് കഴിയാനുള്ള ഭൂപ്രദേശം അവിടെ നിർവൃത്തി കൊടുത്തു എന്നുള്ള പറയുന്നത്. അങ്ങനെ ആ ഒരു രാജാവിൻ്റെ ദീർഘവീക്ഷണമായിട്ടായിരുന്നു അത്ര ഈ ഒരു നടപടി. അപ്പോൾ ദേശത്തിൻ്റെ തലവൻ എന്നർത്ഥം വരുന്ന മൂപ്പധികാരി എന്ന സ്ഥാനവും ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. മാടങ്ങളുടെ ദേശത്തെ മൂപ്പധികാര സ്ഥാനികൾ മാടത്തിൻ കീഴിൽ മൂപ്പിൽ നായർ എന്ന പേരിൽ അറിയപ്പെട്ട തറവാട്ടിലെ മുതിർന്ന പുരുഷൻ മാടത്തിൻ കീഴിൽ മൂപ്പിൽ നായർ സ്ഥാനം ഏറ്റെടുക്കുന്ന ആരോഹണ ചടങ്ങിന് വ്യവസ്ഥകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. 1830 കാലത്തെ കുഞ്ചുണ്ണി മൂപ്പിൽ നായർ സ്ഥാനി മുതലുള്ള രേഖകളാണ് ലഭ്യമായിട്ടുള്ളതെന്നാണ് ഈ പ്രതിഷ്ഠാ ദിനത്തിന് 2013 അച്ചടിച്ച നോട്ടീസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചന്ദ്രശേഖരനുണ്ണി നായർ അവറുകൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ മൂപ്പിൽ നായർ. അപ്പോൾ ഈ പണ്ട് കാലത്ത് മാടത്തിൻകീഴിൽ മൂപ്പിൽ തറവാട്ടിൽ താമസിച്ചിരുന്ന ഈ മൂപ്പിൽ നായർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അതീവ ഭക്തനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ മാസത്തിലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു ഭഗവതിനെ ദർശിക്കാൻ. അങ്ങനെ കുറേ പ്രായമായി അദ്ദേഹത്തിന് പോകാൻ പറ്റാതെയായി. അങ്ങനെ ഒരു ദിവസം കൊടുങ്ങല്ലൂർക്ക് എത്തി ദർശിച്ച് ഭഗവതിനെ തൊഴുന്ന സമയത്ത് വല്ലാതെ ദുഃഖിച്ചു എന്നുള്ളതാണ്. ഇനി ദേവിയെ തൊഴാൻ ആവുന്നുള്ള ഒരു വിചാരമില്ല, വയസ്സായി, അതുകൊണ്ട് തന്നെ ഇനിയൊരു യാത്ര അസാധ്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ കൊടുങ്ങല്ലൂർ ഭഗവതിനെ ദർശനം നടത്തിയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അങ്ങനെ പല ഭാഗങ്ങളിലും വിശ്രമിച്ചിട്ട് മടക്കയാത്രയിൽ പനയിൽ എന്ന സ്ഥലത്ത് അല്പം നേരം വിശ്രമിച്ചു. പിന്നീട് ഈ തറവാടിന് സമയത്ത് കാട്ടിലൂടെ വരുമ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ ഈ ഓലക്കുട ചൂടിയിട്ടാണ് മൂപ്പിൽ നായർ നടന്നിരുന്നത്. അപ്പോൾ ആ എഴുന്നേറ്റ് കുട എടുത്തപ്പോൾ അത് പൊങ്ങുന്നില്ല എന്നാണ്. അപ്പോൾ മൂപ്പിൽ നായർക്ക് പരിഭ്രമമായി ആ കാൽക്കുട ഭൂമിയിൽ ഉറച്ചു പോയിരുന്നു. ഉടൻ തന്നെ അവിടെയുള്ള ജ്യോത്സ്യനെ വരുത്തിയിട്ട് പ്രശ്നം വെപ്പിച്ച് നോക്കുന്ന സമയത്ത് ആ കുട ഇരിക്കുന്ന ഭാഗത്ത് ദേവീ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ഈ മൂപ്പിൽ നായർക്ക് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സ്വപ്ന ദർശനം ഉണ്ടായെന്നും ഇനി തന്നെ കാണാൻ ഇനി കൊടുങ്ങല്ലൂരിലേക്ക് വരേണ്ടതെന്നും
ഭക്തനോടൊപ്പം താൻ കുടപ്പുറത്ത് പോന്നിട്ടുണ്ടെന്നും കുട ഇരിക്കുന്നിടത്ത് ക്ഷേത്രം നിർമ്മിച്ച് ഉപാസിച്ചു കൊള്ളുവാനും അരുളിയ ശേഷം അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഇതേ തുടർന്ന് ഈ ഓലക്കുട ഉറച്ചുപോയ ഭാഗത്ത് ക്ഷേത്രം നിർമ്മിച്ച് ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്നും ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും നടന്നത് 700 വർഷത്തിന് മീതെയായി എന്നും പറയുന്നു. അങ്ങനെ ഈ കുടപ്പുറത്ത് വന്ന ഭഗവതി ഭയങ്കാവിലമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഐതിഹ്യത്തെ ശരിവെക്കുന്നതാണ് ക്ഷേത്രത്തിലെ ആ വെളിച്ചപ്പാടിൻ്റെ എഴുന്നള്ളത്തെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ മൂപ്പിൽ നായർ ആദ്യം കുടവെച്ച് ഇരുന്നിരുന്ന പനയിൽ എന്ന സ്ഥലത്തെ വെളിച്ചപ്പാട് ഭയങ്കാവിലേക്ക് ഉത്സവത്തിന് വരാറുള്ളത് ആ കാക്കുടയ്ക്ക് കീഴിലാണ്. കുട പിടിച്ചു കൊടുക്കാൻ ഇതിനുവേണ്ടി വള്ളുവൻ എന്നൊരു അവകാശി തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വെളിച്ചപ്പാട് ഭയങ്കാവിൽ തൊഴുത് മൂപ്പിൽ നായരെ കാണുകയും തുടർന്ന് 7 ദിവസം നാട് നടന്നു കണ്ട് മൂപ്പിൽ നായർ തറവാട്ടിൽ തിരിച്ചെത്തി ആ തറവാട്ടിലെ പ്രായം ചെന്ന സ്ത്രീക്ക് കുട സമർപ്പിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെളിച്ചപ്പാടിൻ്റെ നാട് നടന്ന് കാണൽ ഭയങ്കാവിലമ്മ മാടത്തുപ്പ് മൂപ്പിൽ നായർ കുടുംബത്തിനു മാത്രമല്ല നാടിൻ്റെ മുഴുവൻ ഐശ്വര്യ ദേവതയും ആണെന്ന് വ്യക്തമാക്കുന്നു. ഭയം ജനിപ്പിക്കും വിധം ഘോര ആരണ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയതിനാലാണ് ഭയങ്കാവ് എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഈ സർവാഭിഷ്ടവരദായിനിയായിട്ടുള്ള ആ ഭയങ്കാവിലമ്മയുടെ കണ്ണോട്ടമേറ്റ് കിടക്കുന്ന നാട്ടിൽ പട്ടിണിയും രോഗവും കഷ്ടതകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഭഗവതിയെ ഉപാസിക്കുന്നവർക്കും ക്ഷേത്ര ദർശനം നടത്തുന്നവർക്കും ഇതൊരു അനുഭവമാണെന്ന് പറയുന്നത്. മനം നൊന്ന് വിളിച്ചാൽ വിളപ്പുറത്ത് എത്തുന്ന ഭയങ്കാവിലമ്മയെ തൊഴാൻ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കാവിലമ്മ എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ചൈതന്യവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് പാവക്കൂത്ത്. പാവക്കൂത്ത് കാണാൻ ദേവിയുടെ ഇഷ്ട വിനോദമാണ്. പാവക്കൂത്ത് വഴിപാടിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. രാമായണം കഥയാണ് പ്രധാനം. ഈ കൂത്ത് ആരംഭിക്കുന്നത് കുംഭം 1-നാണ്. മംഗല്യഭാഗ്യം, സന്താനയോഗം, അതുപോലെ കർഷകരുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ, രോഗശാന്തി, കുടുംബത്തിലെ അസ്വസ്ഥത തുടങ്ങിയൊക്കെയെല്ലാം ഭയങ്കാവിലമ്മയെ പ്രാർത്ഥിച്ചാൽ പരിഹാരം കിട്ടുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ദർശനത്തിന് ഭക്തജനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കാവിലെ വിശേഷങ്ങൾ. ഈ ഭയങ്കാവിലെ അമ്മ, സർവാഭിഷ്ടപ്രദായിനിയായിട്ടുള്ള ആ ഭയങ്കാവിലമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യൂ. ഭയങ്കാവിൽ വന്നിട്ടുള്ള ഭക്തർ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ തിരൂർ താലൂക്കിലാണെന്ന് പറഞ്ഞു, പുറത്തൂരാണെന്ന് പറഞ്ഞു. എല്ലാവരെയും ആ ഭയങ്കാവിലമ്മ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.